നമസ്തേ. ഇപ്പോൾ ഒരു മനുഷ്യൻ ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്. ഡോക്ടറുടെ അടുത്ത് ഒരു ടെസ്റ്റ് നടത്താൻ പോകണേ, HIV ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റ് ഡോക്ടർ നടത്തി. അപ്പോൾ അയാൾക്ക് HIV പോസിറ്റീവാണ് എന്ന് കരുതുക. അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ഈ മനുഷ്യൻ വരണേ, ഡോക്ടറിൻ്റെ അടുത്ത് വരണേ. അപ്പോൾ ഡോക്ടർ അയാളോട് പറയണേ, നോക്കൂ സുഹൃത്തെ, നിങ്ങൾക്ക് HIV പോസിറ്റീവാണ്. അത് എത്രമാത്രം അയാളെ വേദനിപ്പിക്കും, ഒരുപാട് വേദനിപ്പിക്കും. കാരണം അയാളുടെ ജീവിതം നശിച്ചു. അയാൾക്ക് ഇനി ആരുമായിട്ട് ഒരു ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല, ആരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. അങ്ങനെ അത് മാത്രമല്ല, അയാൾ മരിച്ചും പോകും. വളരെ ദുഃഖകരമായ സത്യമാണ്. പക്ഷേ ഈ സത്യം ഡോക്ടർ അയാളോട് പറയുന്നതല്ലേ ശരി? പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ അയാൾ പറയണേ ടെസ്റ്റ് പോസിറ്റീവാണ്. അയാൾ വരുമ്പോൾ അയാളെ വിഷമിപ്പിക്കണ്ട, അയാൾ നിങ്ങൾ നെഗറ്റീവാണ്, നിങ്ങൾക്ക് HIV ഇല്ല എന്ന് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും? ഇയാളുടെ ഭാര്യയ്ക്ക് അത് കൈമാറും. ഇയാൾ ആരായിട്ടൊക്കെ സെക്സ് ചെയ്ത് അവർക്കൊക്കെ HIV വരും ഇല്ലേ? അപ്പോൾ സത്യം എത്ര വേദനാജനകമായ ആണെങ്കിലും ഹൃദയഭേദകമാണെങ്കിലും അത് അറിയുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ബൈബിളിലെ ഈ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയല്ലേ, എനിക്കിത് മുഴുവനും കേൾക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇമോഷണലായിട്ട് സംസാരിക്കണേ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ ചാനലിൽ വന്നിരുന്ന് ഇത് കേൾക്കാതിരിക്കുക. വേറെ എന്തോരം ചാനലുകളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ചാനലുണ്ട്. എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുക എന്നുള്ളതല്ല എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം നിങ്ങളെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്, സത്യം അറിയിക്കുക എന്നുള്ളതാണ്. ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാചാണ്. മനുഷ്യർക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, ഒത്തിരി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ അതിലൊക്കെയും വെച്ച് ഏറ്റവും വലിയ തെറ്റാണ് പിശാചിനെ ദൈവമെന്ന് കരുതുന്നത്. യാതൊരു കരുണയുമില്ലാത്ത ഒരു ഭീകര സത്വത്തെ കരുണാമയനായ ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ക്രിസ്ത്യാനികൾ കരുണാമയനായ ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്ന ബൈബിൾ ദൈവത്തിൻ്റെ ചില വചനങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ, പറഞ്ഞാലും തീരത്തില്ല. ഞാൻ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കേൾക്കുക. ഉദാഹരണത്തിന് ഇവിടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോശയും സാമുവേലും എൻ്റെ മുൻപിൽ വന്ന് നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. അപ്പോൾ കരുണ ഇല്ലാത്തതുകൊണ്ടാണ് കരുണ കാണിക്കാൻ പറ്റാത്തത്. എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞേക്കുക, അവർ പോകട്ടെ. എങ്ങോട്ട് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്. യിരെമ്യായുടെ പുസ്തകമാണ് ഈ വായിക്കുന്നത്. വാളിനുള്ളവർ വാൾ തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും. വധിക്കാൻ വാൾ, പിച്ചിച്ചീന്താൻ നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീഭത്സ വസ്തുവായി മാറ്റും. എങ്ങനെയാണ്? മനുഷ്യരെ കടിച്ചു കീറാനായിട്ട് നായ്ക്കളെ അയക്കുമെന്നാണ് പറയണത്. എന്താ പിശാച് ഇത്! ഇതുപോലൊരു പിശാചിനെ കരുണാമയനായ ദൈവം എന്ന് വിളിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ അത് അറിയിക്കണ്ടേ? ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള, ഈ സത്വത്തിൻ്റെ ശരിക്കുള്ള രൂപം ഇതാണെന്ന് അറിയിക്കണ്ടേ? അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ വായിച്ചത് യിരെമ്യാ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് പോയി പരിശോധിക്കാവുന്നതാണ്. ബൈബിളിൽ ഇല്ലാത്ത കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പറയത്തുമില്ല. ഇനി യെശയ്യാ പുസ്തകം, ഇസയാസ് 13-ാം അധ്യായം. അവിടെ യഹോവ പറയണേ, കരുണാമയനായ യഹോവ, മനുഷ്യൻ തങ്കത്തെക്കാൾ
മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. മനുഷ്യവംശത്തോടുള്ള വെറുപ്പാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകും. വേട്ടയാടപ്പെടുന്ന മാൻകുട്ടിയെപ്പോലെയും ഇടയനില്ലാത്ത ആടുകളെപ്പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവനെ എല്ലാം കുത്തിപ്പിളരും. കാണുന്ന ആൾക്കാരെയൊക്കെ കുത്തിപ്പിളരുമെന്ന്. പിടികിട്ടുന്നവനെയെല്ലാം വാളിനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും. ഇത് സൈക്കോയാണത്. ഇത് ദൈവമല്ല. ഇതൊരു സൈക്കോ, എന്താ പറയുക, ഒരു മാനസിക രോഗിയാണത്. അത് ഇതുപോലെ ഒരു മാനസിക രോഗി ഭൂമി മുഴുവനും നശിപ്പിക്കണം, മനുഷ്യരെയൊക്കെ കുത്തിക്കൊല്ലണം, കൊച്ചു കുട്ടികളെ മനുഷ്യരുടെ അവരുടെ അമ്മമാരുടെ മുമ്പിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കണം എന്നൊക്കെ കരുതുന്ന പിശാചിനെയാണ് ക്രിസ്ത്യാനികളെ ദൈവമായിട്ട് കണക്കാക്കുന്നത്, തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ പിശാചിനെ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കുന്നത് നിർത്തുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോയി? വല്ല കാര്യമുണ്ട്? പിന്നെ മ്ലേച്ഛതയെന്ന് വെച്ചാൽ അങ്ങേറ്റം മ്ലേച്ഛതൻ. എസെക്കിയേൽ 23-ാം അധ്യായം 20-ാം വാക്യം, കർത്താവായ ദൈവം അരുളി ചെയ്യണേ, കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലെയുള്ള ബീജസ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാറിടത്തിൽ അമർത്തുകയും ഇളം സ്ഥലങ്ങളെ ലാളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലമ്പടത്വം നീ കൊതിച്ചു. അതിനാൽ ഒഹൊലീബ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവിൻ്റെ വചനമാണ്. എന്ത്? കഴുതകളുടേതുപോലെയുള്ള ലിംഗവും, അതായത് വലിയ ലിംഗം, കുതിരകളുടേതുപോലുള്ള ബീജസ്രവണവുമുള്ള. എന്തൊരു വൃത്തികെട്ടവനാണത്! ഈ വൃത്തികെട്ടവനെ നിങ്ങൾ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കുന്നത് എന്തൊരു മഹാപാപമാണ്, എന്തൊരു അബദ്ധമാണ്! ഇതുപോലെ ഒരു വൃത്തികെട്ടവനുണ്ടോ? ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ഇയർഫോൺ വെച്ച് മാത്രം കേൾക്കുക. കുട്ടികൾ ഇത് കേൾക്കാൻ യാതൊരു കാരണവശാലും. ദിസ് ഇസ് അഡൾട്ട്സ് ഒള്ളിയാണിത്. ഇത് പോർണോഗ്രാഫി അല്ല, അതുക്കും മേലെയാണിത്. പിന്നെ അടുത്തത് എസെക്കിയേൽ 21-ാം അധ്യായം. ഇസ്രായേൽ ഭവനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് 3-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. ഇതാ ഞാൻ നിനക്കെതിരാണ്, ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും. നീതിമാന്മാരെ എന്തിനാ വെട്ടിമാറ്റണം? കാരണം ഇവൻ പിശാചാണ്. ഇവന് മനുഷ്യരെ കൊല്ലുക. അത് നീതിമാനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ഒന്നും ഇവന് ഇതില്ല. യഹോവയ്ക്ക് എല്ലാ മനുഷ്യരെയും കൊല്ലുക. നീതിമാന്മാരെയും വെട്ടിമാറ്റും എന്നാണ് പറയണത്. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായാണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവർക്കുമെതിരെയായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരുന്നത്. കർത്താവായ ഞാൻ ഉറയിൽ നിന്ന് വാളൂരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും. അത് ഇനി ഒരിക്കലും ഉറയിലിടുകയുമില്ല. സൈക്കോ അല്ലേ സംസാരിക്കുന്നത്? പക്ക സൈക്കോ. ഈ സൈക്കോയ്ക്ക് വേണ്ടിയാണ് വലിയ വലിയ കെട്ടിടങ്ങൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഈ സൈക്കോനെ ആരാധിക്കാൻ വേണ്ടി പള്ളികൾ ഉണ്ടാക്കി വെച്ചേക്കണത്. മനുഷ്യന്മാരിവിടെ ഇന്ന് തെരുവിൽ കിടന്നുറങ്ങണം, ഭവനരഹിതർ. എത്രയോ ഭവനരഹിതർ ഈ ലോകത്തുണ്ടെന്നറിയാവോ? അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു സൈക്കോന് വേണ്ടി കോടാനുകോടികളാണ് ചിലവാക്കിയേക്കണത് ഇവനെ ആരാധിക്കാനായിട്ട്. ഈ പിശാചിനെ, ഈ പരമ പിശാചിനെ. പൈശാച വചനമല്ലേ നിങ്ങൾ കേൾക്കണത്? ഇതിലെന്തെങ്കിലും ദൈവികത ഉണ്ടോ? ഇപ്പം നിങ്ങൾ കേട്ട വചനത്തിൽ? ഇനി ബാക്കിയും കൂടി കേട്ടോളൂ. ഇനി എസെക്കിയേൽ 21-ാം അധ്യായം. എസെക്കിയേൽ 21 ഇപ്പോൾ വായിച്ചത്. ഇനി ഹോസിയ 2-ാം അധ്യായം. അവിടെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരന്മാരെ എൻ്റെ ജനമെന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചുവെന്നും വിളിക്കുക. നിങ്ങളുടെ അമ്മയോട് വാദിക്കുക,
വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനോ അവളോട് വാദിക്കുക. അമ്മയോട് വാദിക്കാൻ, വേശ്യാവൃത്തി വലിച്ചെറിയാൻ. അവൾ എൻ്റെ ഭാര്യയല്ല. യഹോവ പറഞ്ഞേ, നിങ്ങളുടെ അമ്മ എൻ്റെ ഭാര്യയല്ലെന്ന്. ഹൈ, വൃത്തികെട്ടവൻ! ഞാൻ അവളുടെ ഭർത്താവുമല്ല, അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും. പിറന്ന നാളിൽ എന്ന പോലെ അവളെ ഞാൻ നഗ്നയാക്കും. നിങ്ങളുടെ അമ്മയെ ഐ വിൽ മേക്ക് യുവർ മദർ ലൈക്ക് ദ ഡേ ഷീ വാസ് ബോൺ എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. നിങ്ങൾ അമ്മനെ പിറന്നപടി ഞാൻ നിർത്തും. ഈ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങല്ലേ, പിറന്നപടി നിർത്തും എന്നൊക്കെ ഡയലോഗ് വരില്ലേ. ഈ യഹോവനെ കണ്ടാണ്, ഈ തെറിയൻ യഹോവനെ കണ്ടാണ് അത് പഠിച്ചത്. ബൈബിളിൽ നിന്നാണ് മനുഷ്യർ സകല തെറികളും പഠിച്ചിട്ടുള്ളത്. മനുഷ്യരെ തെറി പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുന്നത് എന്തൊരു തെറ്റാണ്, എന്തൊരു തെറ്റാണ്. ആലോചിച്ച് നോക്കൂ. ഇനി ലേവ്യരുടെ പുസ്തകം. നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും. നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. അതായത് യഹോവ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഉള്ള ശിക്ഷയാണ് ഇനി പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും. എന്ത് നല്ല ശിക്ഷ! ഇങ്ങനെയൊക്കെ പറയാൻ പിശാചിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ സുഹൃത്തെ? മനുഷ്യർക്ക് പോലും കഴിയില്ലല്ലോ ഇങ്ങനെ പറയാനായിട്ട്. നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കേണ്ടി വരും ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും. ശവശരീരത്തിനോട് പോലും വെറുപ്പ് കാട്ടുന്ന കരുണാമയനായ യഹോവയുടെ വചനമാണ് നിങ്ങൾ കേട്ടത്. ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും. അപ്പോൾ ഈ യഹോവയുടെ ഹൃദയത്തിൽ മുഴുവനും വെറുപ്പാണ്. എന്താ പറയുക, അത് പിശാചിൻ്റെ ഹൃദയമായതുകൊണ്ടാണ്. ഇനി നിയമാവർത്തനം 23-ാം അധ്യായം 23-ാം വാക്യം. അവിടെ ഒരു വചനമുണ്ട്. അന്യപുരുഷന്മാരുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോൾ അന്യപുരുഷനായ യോസഫുമായിട്ട് വിവാഹ വാഗ്ദാനം നടത്തിയ കന്യകയായിരുന്നല്ലോ മറിയാണല്ല പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സാധനം ഗർഭിണിയാക്കിയത്. അപ്പോൾ ഇവരുടെ ബൈബിൾ നിയമപ്രകാരം, യഹൂദരുടെ നിയമപ്രകാരം മറിയത്തിനെയും പരിശുദ്ധാത്മാവിനെയും കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ് നിയമം. എങ്ങനെയുണ്ട്? അപ്പോൾ നിയമം പറയുന്ന ആൾ തന്നെ നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നിയമാവർത്തന പുസ്തകം, അതായത് ഡോയിട്രോണമി, അവിടെ 13-ാം അധ്യായം. ഇവിടെ പറയുന്നത് യഹൂദരെ മതം മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് എന്ത് ശിക്ഷ നൽകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടോളൂ. നിയമാവർത്തനം 13-ാം അധ്യായം. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം. ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. ഉദാഹരണം, ഹിന്ദുക്കളുടെ ദേവന്മാർ. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനോട് കരുണ കാട്ടരുത്. അവനെ വെറുതെ വിടുകയോ അവൻ്റെ കുറ്റം ഒളിച്ചു വയ്ക്കുകയോ ചെയ്യരുത്. അവനെ കൊല്ലുക തന്നെ വേണം. അതായത് യഹൂദരെ മതം മാറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കൊല്ലണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്, പിന്നീട് ജനം മുഴുവൻ്റെയും. അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം. എന്തൊരു പിശാചാണ്! എന്തെന്നാൽ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത്. അപ്പോൾ യഹൂദരെ മതം മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളെ, യഹോവയുടെ ക്രിസ്ത്യാനികളുടെ ദൈവത്തിനെ വിശ്വസിക്കുന്നവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറയുന്നത്. അതേ ന്യായം തന്നെ വേണമെങ്കിൽ ഇവർക്കെതിരെയും പറയാമല്ലോ. ഇപ്പോൾ ഹിന്ദുക്കളെ മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ അപ്പം നമുക്കും കല്ലെറിഞ്ഞു കൊല്ലാമല്ലോ. ഇതാണ് ന്യായമെങ്കിൽ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന സാധനം പറയുന്നത് ഇങ്ങനെയാണ്.
ഇവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. തീർന്നില്ല കേട്ടോ. ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന നിന്നെ രക്ഷിച്ച കർത്താവായ ദൈവമാണ് ഞാനെന്ന്. അതായത് ഇപ്പോൾ നിങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ദാരിദ്ര്യം, നിങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കണ ഒരു മനുഷ്യൻ. അപ്പോൾ നിങ്ങളെ ഞാൻ റോട്ടിൽ വെച്ച് കാണണേ. അപ്പോൾ വരൂ കൂട്ടുകാരാന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ കായ്ക്കാൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ബിരിയാണി മേടിച്ച് തന്നെ. അപ്പോൾ നിങ്ങൾ ബിരിയാണി കഴിച്ചു. പക്ഷേ പിന്നെ നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും നീ അന്ന് വിശന്ന് പൊരിഞ്ഞിരുന്നപ്പോൾ നിനക്ക് ബിരിയാണി മേടിച്ചു തന്നവനാണ് ഞാൻ. നീ അത് മറക്കരുത്. ഇങ്ങനെ പറയുന്നത് എന്തൊരു ഊളത്തരം. അതല്ലേ ഈ ഊളം ദൈവം കാണിക്കുന്നത് അല്ലേ? എപ്പോൾ നോക്കിയാലും 10,000 പ്രാവശ്യം വീണ്ടും വീണ്ടും നിങ്ങൾ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ്, അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറയാനാണ് പോയി? ഒരു ഉളുപ്പില്ലാത്ത ഒരു ജന്തു. ഇതിനെയാണ് ക്രിസ്ത്യാനികൾ ദൈവം എന്ന് വിളിക്കുന്നത്. കഷ്ടം. നിന്നെ രക്ഷിച്ച ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും. മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയില്ല. നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം. ഒരാളായിരിക്കും ശ്രമിച്ചിട്ടുള്ളത്. അതിന് അവരുടെ പട്ടണത്തിൽ പോയി പട്ടണവാസികളെ എല്ലാം വാളിനിരയാക്കണം, എല്ലാം കൊന്നുകളയണം. ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം. ആ മനുഷ്യരെ മാത്രം കൊന്നാൽ പോരാ, അവിടുത്തെ കന്നുകാലികളെയും പട്ടിനെയും പൂച്ചിനെയും ഒക്കെ കൊല്ലണം. എന്തൊരു കരുണാമയനായ ദൈവം. അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം. ഒരു സെക്കൻഡ്. അപ്പോൾ അവിടെയുള്ള ഈ മനുഷ്യരെയൊക്കെ കൊന്ന്, അവിടുത്തെയുള്ള പട്ടിനെയും പൂച്ചനെയും കന്നുകാലികളൊക്കെ കൊന്ന് അതൊക്കെ ദഹനബലിയായിട്ട് കർത്താവിനെ അർപ്പിക്കണം. എന്ത് നല്ല കർത്താവ്! എന്തൊരു വൃത്തികെട്ട ജന്തുവാണിത്. ഇതിനെയാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് പറയില്ലേ, അതിൽ പിതാവിൻ്റെ ഡയലോഗാണ് ഇപ്പോൾ കേട്ടത്. പുത്രൻ്റെ നിങ്ങളെ ഞാൻ കുറേ കേൾപ്പിച്ചു തന്നിട്ടുള്ളേ ഉള്ളൂ. ചത്ത പാമ്പിന് പിന്നെയും തല്ലരുതെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തൽക്കാലം പുത്രൻ്റെ കാര്യം അവിടെ വെക്കട്ടെ. ഇപ്പോൾ പിതാവിൻ്റെ കാര്യം നിങ്ങൾ അറിയിക്കാനാണ് എനിക്ക് താല്പര്യം. അവിടെയുള്ള സമ്പത്തെല്ലാം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിനെ അർപ്പിക്കണം. അത് എന്നേക്കും ഒരു നാശക്കൂമ്പാരമായിരിക്കും. അത് എന്നേക്കും ഒരു നാശക്കൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. ആ പട്ടണം തന്നെ നശിപ്പിച്ചാണ് അത് വീണ്ടും പണിയപ്പെടരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ജോലി, വർക്ക് ഈസ് കോളിംഗ്, അതുകൊണ്ട് എനിക്ക് പോകണം. നമുക്കിനിയും ഇതുപോലുള്ള മനോഹരമായ ബൈബിൾ വചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ സംസാരിക്കുന്ന ഈ യഹോവയിൽ യാതൊരു കരുണയുമില്ല. ഇപ്പം നിങ്ങൾ കേട്ട വചനങ്ങളെല്ലാം പൈശാച വചനങ്ങളാണ്. ദൈവവചനം എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ്. പിശാചിൻ്റെ വചനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇതുപോലെ ഒത്തിരിയുണ്ട്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.